പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിലൊന്നാമത്തെ വിഷയം തഹ്ഫീദു നഫ്സിഹാ അനി തബറുജ്, അഴിഞ്ഞാട്ടത്തിൽ നിന്ന് അവളുടെ ശരീരത്തെ അവൾ സൂക്ഷിക്കലാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുപോയി ഗദ്ദുൽ ബസർ, അനാവശ്യങ്ങളിൽ നിന്ന് കണ്ണ് ചിമ്മലാണ്. അപ്പൊ കണ്ണിനെ നിയന്ത്രിക്കുക എന്നാണ്. വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും ലെ വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സാരിഹിം വയഹ്ഫദ്ന ഫുറൂജഹും ഔ കമാ ഖാൽ. ഓർത്തു പോകാൻ മുഅ്മിനീങ്ങളോട് നബി അങ്ങ് പറയുക, അവർ കണ്ണിനെ ചിമ്മിക്കൊള്ളട്ടെ അനാവശ്യ സന്ദർഭങ്ങളിൽ. മുഅ്മിനാത്തുകളോടും അങ്ങനെ തന്നെ പറയാൻ, മുഅ്മിനാത്തുകളോടും അങ്ങനെ തന്നെ പറയാൻ. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഹയാ, ലജ്ജയാണ്. പെണ്ണ് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം ലജ്ജയാണ്. ലജ്ജ പെണ്ണിന്റെ ബ്യൂട്ടിയാണ്, ഭംഗിയാണ്. പെണ്ണിന്റെ ഭംഗി എന്ന് പറയുന്നത് ലജ്ജയാണ് എന്നൊരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ലജ്ജയാണ്. ഒരിക്കൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. പരിശുദ്ധ റസൂലേ, എനിക്ക് അപസ്മാര രോഗമുണ്ട്, എന്റെ അപസ്മാര രോഗം അല്ലാഹുവിനോടൊന്ന് ശിഫയാക്കാൻ അങ്ങ് ദുആ ചെയ്യണം എന്ന് പറയാനാണ് ഞാൻ കടന്നു വന്നത്. അള്ളാഹിന്റെ റസൂൽ ഉടനെ തന്നെ ആ സഹോദരിയോട് ചോദിച്ചു, എന്റെ പെങ്ങളെ, ഒരു കാര്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ, നിനക്ക് സ്വർഗം ലഭിക്കണോ അതോ ഇവിടെ നിന്റെ അപസ്മാര രോഗം മാറണോ? രണ്ട് ഓപ്ഷനാണ്. നിനക്ക് ദുനിയാവിൽ നിന്റെ രോഗം മാറണം, അതല്ല അള്ളാഹിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കണോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മാറാതെ ഇതെല്ലാം ക്ഷമിച്ചിട്ട് റബ്ബിന്റെ അടുക്കൽ സ്വർഗം കിട്ടാനാണോ എനിക്ക് വേണ്ടത്? അല്ല, ഇതൊന്നും ക്ഷമിക്കാനാകൂല എന്ന് പറഞ്ഞാണ്ട് ഞാൻ ദ്വാരനാണ്ട് നിന്റെ രോഗം മാറ്റിത്തരാണോ വേണ്ടത്? വല്ലാത്തൊരു ചോദ്യമായി പോയി. ആ സ്ത്രീ ആകെ ഉത്തരമുട്ടിയ പോലെ വിഷണ്ണയായി, വിഷാദ ചിത്തയായി. അവസാനം പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ ആ പെണ്ണ് കരഞ്ഞു പറയാൻ തുടങ്ങി, നബിയേ, എന്റെ അപസ്മാര രോഗം എനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. പരിശുദ്ധ റസൂലേ, എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപസ്മാര രോഗമായി ഞാൻ എന്റെ ഇരിപ്പിടത്തിൽ നിന്ന് താഴേക്ക് വീണിട്ട് എന്റെ കയ്യും കാലും ഇട്ടിട്ട് ഇങ്ങനെ അടിക്കുമ്പോ പടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകാനുള്ള സാധ്യതയുണ്ട്. പെണ്ണിന്റെ ഔറത്ത് പെണ്ണ് മുഴുവനാണല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, എൻ്റെ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. വലാകിന്നി അതകശഫു യാ റസൂലല്ലാഹ് എന്ന് വിശുദ്ധ നബിയുടെ മുമ്പിൽ ആ സ്ത്രീ മറുപടി പറഞ്ഞപ്പോൾ സ്വഹാബത്തിന്റെ മുമ്പിൽ അള്ളാഹിന്റെ റസൂൽ കണ്ണീർ വാർത്തിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് സ്വർഗവും കിട്ടി, നിന്റെ രോഗവും മാറി. ഏതെങ്കിലും ഒന്ന് കിട്ടണം എന്ന് കരുതി വിശുദ്ധ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നുപോയ വനിത തന്റെ ഹയാ കൊണ്ട്, തന്റെ ലജ്ജ കൊണ്ട് രണ്ടും നേടിയിട്ട് തിരിച്ചു പോരുന്ന രംഗം സഹാബി വനിതമാര് കാണുകയാണ്. ആ പെണ്ണ് ചരിത്രത്തിന്റെ ഭാഗമായത് ലജ്ജയുടെ പേരിലാണ്. എന്റെ ലജ്ജ കൊണ്ടാണ് പരിശുദ്ധ റസൂലേ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ദുഃഖം പങ്കുവെക്കുന്നത്. അതകശഫു യാ റസൂലല്ലാഹ്. ഔറത്തിന്റെ വിഷയം പറയുമ്പോൾ ഒരു കുടുംബിനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു പെണ്ണിനെ അള്ളാഹു കർമ്മശാസ്ത്രത്തിന്റെ ഇസ്ലാമിക വിശകലനങ്ങളുടെ പരിപ്രേക്ഷ്യത്തിലൂടെ ചിന്തിക്കുമ്പോൾ 4 ഔറത്താണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് നിന്റെ മഹ്റമിന്റെ മുമ്പിലുള്ള ഔറത്താണ്. മഹ്റം, രക്തബന്ധം ഉടയ ആളുകൾ, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഇവരുടെയൊക്കെ മുമ്പിൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ട് പൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം പെണ്ണിന്റെ ഔറത്താണ് ഇവരുടെ മുമ്പിലും. രണ്ടാമത് ഈ പെണ്ണിനെ തന്നെ കൊണ്ടുവന്നിട്ട് ഇസ്ലാം പറഞ്ഞു അള്ളാഹുവിന്റെ മുമ്പിലാണ്. അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഔറത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് പെണ്ണെ, നിന്റെ മുഖവും മുങ്കയും ഒഴികെയുള്ള ബാക്കിയെല്ലാ സ്ഥലവും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീ കടന്നു പോകുമ്പോൾ നിന്റെ ഔറത്താൻ. അതേ പെണ്ണിനെ വിളിച്ചിട്ട് ഇസ്ലാം മറ്റൊരു സന്ദർഭത്തിൽ അവൾക്ക് രണ്ടാമതൊരു ഔറത്ത് കൊടുത്തതാണ് നമ്മൾ ഇവിടെ ദർശിച്ചത്. അതേ പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇസ്ലാം പറഞ്ഞു പോയി, നിന്റെ മൂന്നാമത്തെ ഔറത്ത് അജ്നബിയുടെ മുമ്പിലാണ്, അന്യപുരുഷന്റെ മുമ്പിലാണ്. അവിടെ നീ മുഴുവനും ഔറത്താണ് സഹോദരി. മൂന്നാമതൊരു ഔറത്ത് കൊടുത്തതും അതേ സ്ത്രീക്കാണ്. പക്ഷെ സന്ദർഭം മാറിപ്പോയി.
അതേ പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നാലാമത്തെ ഔറത്തിനെ ഇസ്ലാം ആ പെണ്ണിന്റെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. അത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. നിനക്ക് രക്തബന്ധം പോലുമില്ലാത്ത നിന്റെ പ്രിയതമനായ ഭർത്താവ്, അങ്ങനെ ഒരുത്തനെയാണ് നിനക്ക് അല്ലാഹു ഹലാലാക്കി തന്നത്. അവന്റെ മുമ്പിൽ നിനക്ക് ഔറത്തില്ല, നിന്റെ മുമ്പിൽ അവനും ഔറത്തേ ഇല്ല. ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന. ആണുങ്ങളെ, നിങ്ങളുടെ ഭാര്യന്മാർ നിങ്ങളുടെ വസ്ത്രമാണ്. പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ വസ്ത്രമാണ്. അങ്ങനെ അള്ളാഹു അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെണ്ണിന്റെ നാലാമത്തെ ഔറത്തിനെ ചർച്ച ചെയ്യുന്ന ഘട്ടമാണ്. ഇങ്ങനെ ഒരൊറ്റ പേഴ്സണാലിറ്റിയിലേക്ക്, ശഖ്സിയത്തിലേക്ക്, ഒരു പെണ്ണിന്റെ വ്യക്തിത്വത്തിലേക്ക് നോക്കി അള്ളാഹു ആ പെണ്ണിന്റെ വേഷവിധാനങ്ങളെ 4 കാറ്റഗറിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കർമ്മശാസ്ത്രവുമായി ഏറ്റവും ബന്ധപ്പെട്ടൊരു പടപ്പുണ്ടെങ്കിൽ അത് പെണ്ണിനെയാ. ഉറപ്പല്ലേ? അപ്പൊ ഇന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ പെണ്ണുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രത്തിന്റെ മസല ആണുങ്ങളായ പണ്ഡിതന്മാരോട് ചോദിച്ച് അതിന് പരിഹാരം കാണേണ്ട ഗതികേട് ഇന്നത്തെ സ്ത്രീക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പെണ്ണ് പണ്ഡിതയാവുക എന്നുള്ളതാണ്. അതാണ് ഞാൻ വഫിയയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, അനധിവിദൂരമായ ഭാവിയിൽ ഇനി പെണ്ണിന്റെ കർമ്മശാസ്ത്രത്തിന്റെ മസലയുടെ ഫത്വ കൊടുക്കാൻ പെണ്ണുങ്ങളായ പണ്ഡിതന്മാർ കേരളത്തിന് അള്ളാഹു ദാനം ചെയ്യും. അള്ളാഹു അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഉത്തരേന്ത്യയിലെ പെണ്ണുങ്ങളെ ഹാഫിലിങ്ങളാണ്. ബീഹാറിൽ, യു പിയിൽ, ഗുജറാത്തിൽ, ആസാമിൽ എന്ത് കാര്യമുണ്ട്? ആ പെണ്ണുങ്ങളായ പെൺകുട്ടികളെ മുഴുവൻ ഇങ്ങനെ ഹിഫ്ള് പഠിപ്പിക്കുന്നു. പക്ഷേ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം അവർ പഠിക്കുന്നില്ല, അദബ് പഠിക്കുന്നില്ല, അഖീദ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് സ്ത്രീകൾക്കിടയിൽ ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ നിർവഹിക്കാൻ കഴിയുന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, ഹിഫ്ള് അത് തഅബ്ബുദിയായിട്ടും ഒക്കെ. പക്ഷെ ഞാൻ പറയുന്നു, ഇത്ര ഖുർആനിന്റെ 6666 സംതിങ് ആയത്തുകളെ ഈ ബ്രെയിനിലേക്ക് കൊണ്ടുപോയി സേവ് ചെയ്ത ആ പെൺകുട്ടിക്ക് അത്രയും അപാരമായ ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ ആ ഖുർആനിന്റെ വചനങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു ത്രാണി കൂടി ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കണ്ടേ? അങ്ങനെ ഒരു പെണ്ണ് സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അവൾക്ക് എത്ര വലിയ മാറ്റങ്ങളാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉണ്ടാക്കാൻ സാധിക്കുക. ആയിഷ ബീവി ഈ ഔറത്തിന്റെ വിഷയം, അതുപോലെ ഫാത്തിമ ബീവി വ്യക്തി ജീവിതത്തിലൂടെ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ പ്രവാചകനായ ഭർത്താവായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് വിട പറഞ്ഞു പോയപ്പോ അള്ളാന്റെ റസൂല് മറവിട്ട് കിടക്കുന്നത് ആയിഷ ബീവിയുടെ കട്ടിലിന്റെ ചൂട്ടിൽ തന്നെയാണ്. ആയിഷ ബീവിയുടെ കട്ടിലിൽ പരിപാലിച്ചിട്ട് പരിശുദ്ധ റസൂല് കിടക്കുമ്പോ ആ കട്ടിലൊന്ന് നീക്കി വെച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ ജനാസ ഇറക്കി വെച്ചത് അതേ സ്ഥലത്ത് തന്നെ 6 അടി മണ്ണുണ്ടാക്കിയിട്ടാണ്. അവിടെയാണ് പരിശുദ്ധ നായകൻ കിടക്കുന്നത്. വിശുദ്ധ റസൂലുള്ളാഹിനെ വഫാത്തിന്റെ ശേഷം സിയാറ ചെയ്യാൻ ആയിഷ ബീവി ആ ഖബർ കാണാനും അള്ളാന്റെ റസൂലിന്റെ ഖബറിങ്ങ പോയിട്ട് ദ്വാരക്കാനൊക്കെ ആയിഷ ബീവി പോകുമ്പോ ജീവിതകാലത്ത് ഏത് വേഷവിധാനം സ്വീകരിച്ചിട്ടാണ് പരിശുദ്ധ ഭർത്താവിന്റെ മുമ്പിലേക്ക് കടന്നുപോയത്? അതേ വേഷവിധാനത്തോടു കൂടെയാണ് ആയിഷ ബീവി പരിശുദ്ധ റസൂലിന്റെ ഖബറിന്റെ അടുക്കലേക്കും പോയത്. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അന്യപുരുഷന്റെ മുമ്പിൽ മറക്കേണ്ട ഔറത്തൊക്കെ മറിച്ചിട്ടല്ല നബിതങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് ആയിഷ ബീവി പോയത്. പിന്നെ ഭർത്താവായ നബിയുടെ മുമ്പിൽ എങ്ങനെയൊക്കെയോ വസ്ത്ര രീതികൾ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ആ രീതിയിൽ ഒറ്റക്ക് റസൂലുള്ളാഹിന്റെ ഖബറുകളും ആയിഷ ബീവി നിന്നിട്ടുണ്ട്. ചരിത്രം സാക്ഷിയാണ്. രണ്ടാമത് പോയി കടന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ നേരത്തും ആയിഷ ബീവി വിശുദ്ധ റസൂലിന്റെ മുമ്പിലേക്ക് പോയത് അതേ വേഷവിധാനത്തോടു കൂടെയാണ്. കാരണം ഒന്ന് ഭർത്താവാൻ, രണ്ടാമത് അവിടെ പോയി കിടക്കുന്നത് തന്റെ പിതാവാൻ, ഒന്നും മഞ്ഞരല്ല. അതുകൊണ്ട് ആയിഷ ബീവി വേഷവിധാനത്തെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ പോയി അവർ ഖബർ സിയാറത്ത് ചെയ്തു. പിന്നെ ചരിത്രം പറയുന്നുണ്ട്, മൂന്നാമത് വഫാത്തായി അവരുടെ രണ്ടുപേരുടെയും ചാരത്ത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് കിടന്നപ്പോ ഇവരെ സിയാറ ചെയ്യാൻ പോയപ്പോൾ ആയിഷ ബീവി ശരിക്ക് ഹിജാബിട്ട് ജിൽബാബിട്ട് എല്ലാം മറച്ചപ്പോ കൂട്ടുകാരികൾ ഒരു ചോദ്യം ഉന്നയിച്ചു, എന്തിനാണ് ആയിഷ നിങ്ങൾ ഇപ്പൊ പ്രത്യേകമായി ഒന്ന് അണിഞ്ഞൊരുങ്ങുന്നത്? അപ്പൊ പറഞ്ഞു, അവിടെ ഉമർ തങ്ങൾ പോയി കിടന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ ശേഷം പോലും സൂക്ഷിക്കേണ്ട ഒരു വലിയ മെസ്സേജാണ് ആയിഷ ബീവി ഈ സിയാറയിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഫാത്തിമ ബീവിയും അതിൽ വലിയ ഒരു സന്ദേശമാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് നൽകിയത്.
തന്റെ കളിക്കൂട്ടുകാരിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. ഫാത്തിമ ബീവി വഫാത്ത് നേരെ മുൻകൂട്ടി അറിഞ്ഞതിന് ശേഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചാണ്ട് ഫാത്തിമ ബീവി ഉമ്മു സലമയെ നേരത്തെ രാവിലെ തന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ വിട പറയുകയാണ്, ഇന്നത്തെ സന്ധ്യയോടുകൂടെ ഞാൻ ലോകത്തോട് വിട പറയുകയാണ് യാ ഉമ്മ സലം, അതുകൊണ്ട് നീ എന്റെ ചാരത്ത് വേണം. ഫാത്തിമ ബീവിയെ കുളിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. എപ്പം? മയ്യത്ത് കുളിപ്പിക്കല്ല, അതിന്റെ മുമ്പ് തന്നെ കുളിക്കാൻ സഹായിച്ചു എന്നാ. ഞാൻ മരിക്കാൻ കിടക്കുകയാണ് ഉമ്മു സലമ, എന്റെ ശരീരത്തിൽ അഴുക്ക് പാടില്ല, മലക്കുകൾ ഈ വീട്ടിൽ വരാനിരിക്കാൻ, ഉമ്മു സലം എന്റെ ശരീരത്തിൽ അഴുക്ക് പാടില്ല, ഫാത്തിമക്ക് കുളിപ്പരയിൽ പോയി ശരീരം വൃത്തിയാക്കാൻ നിന്റെ സഹായം കൂടി അനിവാര്യമാണ്. മക്കൾക്ക് ഭക്ഷണം കൊടുത്തു. ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു പുറത്ത് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പോകാൻ നിൽക്കുമ്പോ ഭാര്യയായ ഫാത്തിമ കയ്യാണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന് പോകാൻ പാടില്ല. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ചരിത്രത്തിൽ ആ ഭാര്യയും ഭർത്താവും ഇത്ര ഉദ്വേഗജനകമായ ഒരു ചർച്ചയിലേക്ക് കടന്നുപോയ സന്ദർഭം മറ്റൊന്നില്ല. അവർ തമാശ പറയുന്ന കളിക്കൂട്ടുകാരെ പോലെ ജീവിച്ച ദമ്പതികളാണ്. പക്ഷേ ആ നേരം ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് ഭാര്യ പറഞ്ഞുപോയി, യാ അലി, ഇന്ന് ഇസ്ലാമിക പ്രബോധനമാണെങ്കിലും ശരി, അങ്ങ് പുറത്തു പോകാൻ പാടില്ല, ഫാത്തിമ പോയിട്ട് അങ്ങേക്ക് പോകാം. അലി റളിയല്ലാഹു അൻഹു അത്ഭുത പരതന്ത്രനായി, എന്താണ് ഫാത്തിമ നീ പറയുന്നത്? അലി റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് തന്റെ തല ചായ്ച്ചു വെച്ചിട്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ മാറോടണച്ചിട്ട് രണ്ട് കൈയും റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ചുറ്റി വരിഞ്ഞു പിടിച്ചിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു പോയി, എന്റെ മക്കളെ നോക്കാൻ അങ്ങയെ ചുമതലപ്പെടുത്തിയിട്ട് ഫാത്തിമ പോവുകയാണ്. ഇത് അവസാനത്തെ പോക്കാൻ, ഇത് തിരിച്ചു വരുന്ന പോക്കല്ല. എന്റെ വാപ്പ വഫാത്താകാൻ ആയിഷത്താത്താന്റെ കട്ടിലിൽ കിടന്നപ്പോ, ആയിഷളേമത്താത്താന്റെ കട്ടിലിൽ കിടന്നപ്പോ, വഫാത്താകാൻ അവിടുത്തെ റൂഹ് പിടിക്കാൻ മുഖറബായ മലക്ക് അസ്റായീൽ വന്നു നിൽക്കുമ്പോ എന്റെ വാപ്പ എന്നെ വിളിച്ചിട്ടൊരു കാതില് സ്വകാര്യം പറഞ്ഞു, ഫാത്തിമ ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ എന്റെ ഖബറിന്റെ അടുക്കലേക്ക് എന്നോട് ചേരുന്നത് എന്റെ കുടുംബത്തിൽ നിന്ന് നീ ആയിരിക്കും മോളെ ഫാത്തിമ. 6 മാസത്തെ അവധിയാണ് എന്റെ വാപ്പ പറഞ്ഞത്. 6 മാസം പൂർത്തിയാവുകയാണ്. ഇന്ന് സന്ധ്യക്ക് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരും, നമ്മൾ വിളിക്കാത്ത അതിഥി, നമ്മൾ ക്ഷണിക്കാത്ത അതിഥി, അതാണ് മുഖറബായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് ഭർത്താവെ അങ്ങ് പോകരുത്. ഖൈബറിന്റെ കോട്ട ഒറ്റ കൈയോണ്ട് പിടിച്ച വില്ലാളി വീരനായ വീരശൂര പരാക്രമിയായ ശില പോലെ ഉറച്ചുപോയ ഹൃദയത്തിന്റെ ഉടമയായ ഇത്രയും വലിയ കഠിനമായ മനസ്സിന്റെ ഉടമയെന്ന് ശത്രുക്കളെ പറഞ്ഞു പോയ അലി റളിയല്ലാഹു അൻഹു ഒന്ന് വിതുമ്പിപ്പോയത് പോലും ചരിത്രത്തിൽ വിരളമാണ്. അവിടെ കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞുപോയി, ആട്ടിൻകുട്ടിയെപ്പോലെ ഒന്ന് ചുരുങ്ങിപ്പോയി പരിശുദ്ധനായ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് ചരിത്രം സാക്ഷി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഫാത്തിമ ബീവി വിട പറയുന്നതിന്റെ മുമ്പ് 2 വസിയ്യത്താണ്. ഒന്നാമത്തെ വസിയ്യത്ത് എന്താണ്? എന്നെ രാത്രി തന്നെ ഈ മയ്യത്ത് മണ്ണിലേക്ക് എടുക്കണം. ഫാത്തിമ രാത്രിയാണ് കണ്ണടക്കുക. ഫാത്തിമാന്റെ വീട്ടിലേക്ക് രാത്രിയാണ് അസ്റായീൽ വരിക. നേരം വെളുക്കാൻ കാത്തു നിൽക്കാതെ എന്റെ ശരീരം 6 അടി മണ്ണിലേക്ക് രാത്രി തന്നെ എടുക്കണം എന്ന് ഒന്നാമത്തെ വസിയ്യത്ത്. രണ്ടാമത്തെ വസിയ്യത്ത് എന്താണ്? അത് മറ്റൊന്നുമല്ല, എന്റെ ശരീരം നിങ്ങളെ മയ്യത്ത് കട്ടിലിലേക്ക് വെക്കും, എന്നാൽ എന്റെ ശരീരം കൊണ്ടുപോകാൻ ഉപയോഗിക്കപ്പെടുന്ന മയ്യത്ത് കട്ടിൽ എന്റെ വീട്ടുവളപ്പിൽ 2 മാസം മുമ്പ് തന്നെ എത്യോപ്യയിലെ ആശാരിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കിയ സെയ്ഡ് മറക്കപ്പെട്ട മയ്യത്ത് കട്ടിലിൽ തന്നെ എന്റെ ശരീരം വഹിച്ചു കൊണ്ടുപോകണം. ഈ 2 വസിയ്യത്ത് ഇന്നത്തെ കുടുംബിനിക്ക് പാഠമാണ്. എന്തിനാ ഈ 2 വസിയ്യത്ത് ഫാത്തിമ ബീവി മനഃപൂർവ്വം പറഞ്ഞത്? ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അന്നത്തെ കാലത്ത് വരെ ആദ്യമായിട്ട് സെയ്ഡ് മറച്ച മയ്യത്ത് കട്ടിലിന്റെ ഇനാഗുറേഷൻ നിർവഹിച്ചത് ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹ. ആ കാലം വരെ, ആ നിമിഷം വരെ, ആ ഘട്ടം വരെ ആണായാലും ശരി പെണ്ണായാലും ശരി ആര് മരിച്ചാലും ഒരു പ്ലെയിനായ പലക, ആ പലകയുടെ മുകളിൽ മരിപ്പറമ്പിലൂടെ അങ്ങനെ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. അതിന് മാറ്റം വരുത്തിയത് ഫാത്തിമ ബീവിയാണ്. എന്തിന്? ഫാത്തിമ ബീവി അവിടെ ശാഠ്യം പിടിക്കാൻ കാരണം, എൻ്റെ മയ്യത്ത്
നിങ്ങൾ മയ്യത്ത് കട്ടിലിലേക്ക് വെച്ചിട്ട് ആ പലകങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ മനുഷ്യന്മാർ കാണുകയാണല്ലോ, ഫാത്തിമാൻ്റെ ശരീരം അവർ കണ്ടിട്ടില്ലെങ്കിലും ഫാത്തിമാൻ്റെ ശരീരത്തിൽ ടൈറ്റായി ചുറ്റി തുന്നപ്പെട്ട ശീലയിൽ പൊതിഞ്ഞ എൻ്റെ ശരീരം കാണുമ്പോൾ മനസ്സുകൊണ്ട് ആണുങ്ങളായി എന്നെ കൊണ്ടുപോകുക. ആ ആണുങ്ങൾ അളക്കും ഫാത്തിമാൻ്റെ ശരീരത്തിൻ്റെ ഡപ്തി ഇത്ര, ഫാത്തിമാൻ്റെ ശരീരത്തിൻ്റെ ആകാരം ഇങ്ങനെ. ഒരു പർദ്ദ ധരിച്ചപ്പോൾ പോലും ഒരാണിന് പോലും പിടുത്തം കിട്ടിയിട്ടില്ല ഫാത്തിമാന്റെ തടി എങ്ങനെയാണ്, ഫാത്തിമാന്റെ ശരീരത്തിന്റെ ആകാര വടിവ് എങ്ങനെയാണ്, ലോകം കണ്ട സുന്ദരി പെൺകുട്ടിയുടെ ശരീരത്തിന്റെ രൂപഭേദം എങ്ങനെയാണ് എന്നൊരാണിന് പോലും പിടുത്തം കിട്ടിയിട്ടില്ല. ഇനി ഞാൻ മരിച്ചിട്ടായിട്ടത് പിടുത്തം കിട്ടണ്ട. അതുകൊണ്ട് എൻ്റെ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ സൈഡ് മറച്ച മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകണം. അപ്പൊ ഇറക്കുമ്പോ കാണൂലേ, അതിനാണ് ആ മഹദി ഒന്നാമത്തെ വസിയത്തിൽ എൻ്റെ മയ്യത്ത് മറമാടുന്നത് രാത്രിയാകണം എന്ന് പറഞ്ഞത്. ഓ, ഇങ്ങനെയുണ്ടോ ഒരു ലോജിക്? മരണനേരത്ത് പോലും സഹോദരി നമ്മുടെ മുമ്പിലേക്ക് ഔറത്തിന്റെ മനഃശാസ്ത്രം പഠിപ്പിച്ചു തന്ന കുടുംബിനിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, എന്തേ ആ പെൺകുട്ടിക്ക് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായിക്കൂടെ? എല്ലാ ക്വാളിഫിക്കേഷനും നേടിയിട്ടാ പോയത്. വാപ്പ സ്വർണ്ണമാല ഊരി എറിയാൻ പറഞ്ഞപ്പോൾ ഊരി എറിഞ്ഞു. ആ നേരത്ത് തന്നെ ഫാത്തിമ ബീബി പറയുന്നുണ്ട്, ആ മാലന്റെ കൂടെ ബാക്കിയായ കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് എൻ്റെ മകൻ ഹസന്റെ കയ്യിൽ ഞാനൊരു വളയിട്ട് കൊടുത്തിരുന്നു. എൻ്റെ വാപ്പ സ്വർണം ഊരാൻ പറഞ്ഞപ്പോൾ ഹസന്റെ കയ്യിലെ വളയും ഊരാൻ ഞാൻ ശ്രമിച്ചു. എൻ്റെ ഹസൻ വിമുഖത കാട്ടി, ആ കുട്ടി സമ്മതിച്ചില്ല. എൻ്റെ ഉമ്മ എൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണവള അവിടെ ഇരിക്കട്ടെ, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ആ ഉമ്മ ചെയ്ത പണി എന്താ? കുഞ്ഞുമോനെ കഥ പറഞ്ഞിട്ട് ഈത്തപ്പനത്തോട്ടത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോയി. ഈത്തപ്പനയിൽ നിന്ന് താഴേക്ക് വീണൊരു മടലോലയിൽ നിന്ന് നമ്മളൊക്കെ നമ്മുടെ കരയുന്ന മക്കൾക്ക് തേങ്ങന്റെ ഓലയിൽ നിന്ന് വാച്ചുണ്ടാക്കി കൊടുക്കും പോലെ ഫാത്തിമ ബീവി പറയാണ്, എൻ്റെ കുശുമ്പ് കാട്ടുന്ന ഹസന്റെ സ്വർണവള ഊരാൻ ഞാൻ ഈത്തപ്പനത്തോട്ടത്തിലൂടെ എൻ്റെ ഹസന്റെ കൈ പിടിച്ചിട്ട് നടന്നുപോയി. അവിടെ വീണ് കിടക്കുന്ന ഈന്തയോലയിൽ നിന്നൊരു വളയുണ്ടാക്കി അത് സ്വർണവള ധരിക്കാത്ത മറ്റേ കയ്യിൽ ഇട്ടുകൊടുത്തിട്ട് എൻ്റെ പൊന്നുമോന്റെ ശ്രദ്ധ മുഴുവൻ ഞാൻ ആ വളയിലേക്ക്, ഈത്തപ്പനയോലയുടെ വളയിലേക്ക് തിരിച്ചിട്ട് ഇപ്പുറത്ത് ഞാൻ തമാശക്കിടയിലൂടെ എൻ്റെ മകന്റെ കയ്യിൽ നിന്ന് സ്വർണവള ഊരിപ്പോയി എന്ന് മദീനയിലെ ചായം പൂശാത്ത ചെറ്റക്കുടിലിൽ ഇരുന്ന നായിക മകന്റെ കയ്യിലെ വള ഊരിയ രംഗം പോലും വിശദീകരിക്കാൻ. അപ്പോൾ ഇത്ര ദൈന്യത തുളുമ്പിയ ഒരു ജീവിതം അല്ലേ? ഒരു പെണ്ണിന് പെണ്ണിന്റെ സ്റ്റാറ്റസിലേക്ക് കടന്നു പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയൊക്കെ ചില അറ്റ്മോസ്ഫിയർ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുകൂടി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഒരു തത്വശാസ്ത്രമാണ് ഫാത്തിമ ബീവിയും ആയിഷ ബീവിയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്.